ഒരുപാട് ഔഷധ ഗുണമുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് പാവയ്ക്ക. അപ്പോൾ പാവയ്ക്ക ഒരു നല്ല ടേസ്റ്റ് രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഒരു പച്ചടി ആദ്യം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക പാത്രത്തിൽ. അതിൽ കൊത്തി അരിഞ്ഞ് വെച്ച പാവയ്ക്ക ഇടണം. അതിൽ മുളകിട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം, എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ല കുറേ നേരത്തേക്കിനൊന്ന് വറക്കണം. ഈ പരുവാകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് അതിലോട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായ പാവയ്ക്ക പച്ചടിയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിലായിട്ട് കാണേണ്ട ആൾക്കാർക്ക് കാണാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചെയ്യും. ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് താളിക്കാം. നമ്മൾ ആ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ട് താളിക്കാം. നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ കടുകും വറ്റൽമുളകും ഒക്കെ ഒന്നിട്ട് താളിച്ച് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. എനിക്കും പാവയ്ക്ക ഒരുപാട് ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ കഴിച്ചപ്പം എനിക്കും ഒരുപാട് ഇഷ്ടം തോന്നി. അപ്പം നമ്മൾ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കഴിച്ചാൽ അവർക്ക് പാവയ്ക്കയുടെ ഒരു ഒരു ഗുണം കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ പാവയ്ക്കയുടെ ഒരു ദേഷ്യമില്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാനും പറ്റും.